നമുക്ക് ഈ ലെക്ചറിൽ ലിസ്റ്റിൽ എങ്ങനെ എലമെന്റ്സ് സ്റ്റോർ ആവുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്, li ഈക്വൽ ടു 1 2 3 4 5. ഇൻഡെക്സ് 0 തുടങ്ങും 4 വരെ പോകും. നമുക്ക് 1 എന്ന് പറഞ്ഞ ആ എലമെന്റ് എടുക്കാം. 1 എന്ന് പറഞ്ഞ ആ എലമെന്റിനെ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുപോയി വെച്ചു. 100 ആണ് ആ മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ചോ. 2 എന്ന് പറഞ്ഞ അടുത്ത നമ്പറിനെ നമ്മൾ 500 എന്ന് പറഞ്ഞ ഒരു മെമ്മറി ലൊക്കേഷനിൽ വെച്ചു. അതുപോലെ 3 4 5 എന്ന് പറഞ്ഞ ആ നമ്പേഴ്സിനെ എല്ലാം നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് മെമ്മറി ലൊക്കേഷനിൽ വെച്ചു. 400 300 200 ആണെന്ന് വിചാരിച്ചോ ആ മെമ്മറി ലൊക്കേഷൻസ്. ഇനി നമുക്ക് വേറൊരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് ചെയ്യുന്നത് ഈ അഡ്രസ്സസ് ഓഫ് എലമെന്റ്സ് കണ്ടിന്യൂസ്ലി സ്റ്റോർ ചെയ്യും. ഓരോ അഡ്രസ്സും 4 ബൈറ്റ് എടുക്കുന്നതെന്ന് വെച്ചോ. അന്നേരം ആദ്യത്തെ അഡ്രസ്സ് 600 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ സ്റ്റോർ ആയി, അടുത്ത അഡ്രസ്സ് 604 സ്റ്റോർ ആയി, 400 എന്ന് പറഞ്ഞ അഡ്രസ്സ് 608, 300 612, 200 616. li ഓഫ് 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ 600 ചെല്ലും. 600 എന്ന് പറഞ്ഞാൽ ആ മെമ്മറി ലൊക്കേഷനിൽ ചെന്നിട്ട് അവിടെയുള്ള വാല്യൂ ഏതാണെന്ന് നോക്കും. അന്നേരം അവിടെ 100 എന്ന് പറഞ്ഞ അഡ്രസ്സ് ആയിരിക്കുന്നത്. അന്നേരം 100 എന്ന് പറഞ്ഞ അഡ്രസ്സിലോട്ട് ചെല്ലും. അവിടെ ഏതാ വാല്യൂ ഇരിക്കുന്നത് നോക്കും, 1. അങ്ങനെയാണ് നമുക്ക് 1 കിട്ടുന്നത്. li ഓഫ് 4 എന്ന് പറഞ്ഞാലോ ആദ്യം 616 ചെല്ലും, 616 ചെല്ലുമ്പോൾ 200 കാണും, 200 ചെല്ലും, 200 ചെന്ന് കഴിയുമ്പോൾ 5 എന്ന് പറഞ്ഞാൽ വാല്യൂ നമ്മൾ കാണും. അങ്ങനെയാണ് നമുക്ക് 5 കിട്ടുന്നത്. ലിസ്റ്റ് എന്താ സത്യത്തിൽ ചെയ്യുന്നത്? ലിസ്റ്റ് റെഫറൻസസ് ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ലിസ്റ്റ് സ്റ്റോർസ് റെഫറൻസസ് ഓഫ് എലമെന്റ്സ് കണ്ടിന്യൂസ്ലി. റെഫറൻസസ് ഓർ അഡ്രസ്സസ് ഓഫ് എലമെന്റ്സ് കണ്ടിന്യൂസ്ലി. ഇവിടെ എന്താ സംഭവിച്ചത്? 100 500 400 300 200 എന്ന് പറഞ്ഞ അഡ്രസ്സസിനെ കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തത്. ഓരോ അഡ്രസ്സും 4 ബൈറ്റ് എടുക്കുന്നതെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്.